ഹരേ കൃഷ്ണ. ബാലിയെ വധിക്കുന്ന ഭാഗമാണ് ഞാനിവിടെ പറയുന്നത്. തനിക്ക് ശക്തനായ ബാലിയെ വധിക്കുവാൻ കഴിയുമോ? അത് കണ്ട് ശ്രീരാമൻ ചോദിച്ചു. സുഗ്രീവൻ ചിന്തിച്ചപ്പോൾ ശ്രീരാമൻ ചോദിക്കുകയാണ്, സുഗ്രീവ, എന്താണ് അങ്ങയുടെ സംശയം? എന്തായാലും പറയൂ, ആ സംശയം ഞാൻ മാറ്റിത്തരാം. അപ്പോഴാണ് കുറച്ച് ദൂരെയായി ഒരു കൂറ്റൻ പാറ ശ്രീരാമൻ കണ്ടത്. സുഗ്രീവ, ഈ പാറ കണ്ടിട്ട് മനുഷ്യ ശിരസ്സു പോലെയുണ്ടല്ലോ. പ്രഭു, ഇത് ബാലി വധിച്ച ദുന്ദുഭിയുടെ ശിരസ്സാണ്. ശ്രീരാമൻ മെല്ലെ അതിനടുത്തേക്ക് ചെന്ന് തൻ്റെ കാൽവിരൽ കൊണ്ട് ദുന്ദുഭിയുടെ ശിരസ് വളരെ ദൂരത്തേക്ക് തട്ടിയെറിഞ്ഞു. സുഗ്രീവൻ അത്ഭുതപ്പെട്ടു നിൽക്കെ ശ്രീരാമൻ തൻ്റെ ആവനാഴിയിൽ നിന്നും ഒരു അസ്ത്രം വലിച്ചെടുത്തു. സുഗ്രീവ, വൃത്രാകൃതിയിൽ നിൽക്കുന്ന ആ വൃക്ഷങ്ങൾ കണ്ടില്ലേ? ഞാനിതാ ഈ ബാണങ്ങൾ കൊണ്ട് അവയെല്ലാം അറുത്തെറിയുവാൻ പോവുകയാണ്. അടുത്ത നിമിഷത്തിൽ ശ്രീരാമൻ വൃക്ഷങ്ങളെയെല്ലാം മുറിച്ചെടുത്തു. സുഗ്രീവ, ഇപ്പോൾ താങ്കളുടെ സംശയമെല്ലാം മാറിയില്ലേ? വേഗം ബാലിയെ പൊരിഞ്ഞു വിളിക്കുക. പ്രഭു, ഞാനിതാ പുറപ്പെടുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് സുഗ്രീവൻ ഉടൻ തന്നെ ബാലിയുടെ കൊട്ടാരത്തിലേക്ക് പാഞ്ഞു. ശ്രീരാമൻ്റെ ശക്തി വൈഭവത്തിൽ വിശ്വാസം തോന്നിയ സുഗ്രീവൻ കിഷ്കിന്ധയിൽ ചെന്ന് ബാലിയെ പൊരിഞ്ഞു വിളിച്ചു. ജ്യേഷ്ഠ, ഇത് ഞാനാണ് സുഗ്രീവൻ. ചുണയുണ്ടെങ്കിൽ എന്നോട് പൊരുതുവാൻ ഇറങ്ങി വാ. എന്ത്? സുഗ്രീവൻ നമ്മെ പൊരിഞ്ഞു വിളിക്കുന്നു? വെല്ലുവിളി കേട്ട് ബാലി കൊട്ടാരത്തിൽ നിന്നും പുറത്തേക്ക് പാഞ്ഞു. എവിടെയാ ചതിയൻ? എടാ ദുഷ്ടാ, ഞാനിന്ന് നിന്നെ കൊല്ലും. തുടർന്ന് ബാലിയും സുഗ്രീവനുമായി പൊരിഞ്ഞ പോരാട്ടം തന്നെ നടന്നു. സുഗ്രീവന്റെ പാതി ബലത്തെ ചൂഷണം ചെയ്ത ബാലി താനാണ് വലിയവനെന്ന് അഹങ്കരിച്ചുകൊണ്ട് പറഞ്ഞു, എടാ, നിന്റെ പകുതി കരുത്ത് കൂടി എനിക്കിപ്പോൾ കിട്ടിയിരിക്കുന്നു. ഭയങ്കരമായൊരു യുദ്ധം തന്നെ അവിടെ നടന്നു. എന്നാൽ ഇരുവരെയും തിരിച്ചറിയാൻ കഴിയാത്തതിനാൽ ശ്രീരാമന് ഒളിയം പെയ്ത് ബാലിയെ നിഗ്രഹിക്കാനായില്ല. ബാലി സുഗ്രീവനെ നിഷ്പ്രയാസം യുദ്ധത്തിൽ തോൽപ്പിച്ചു. സുഗ്രീവൻ പിന്തിരിഞ്ഞോടി. ഹരേ കൃഷ്ണ. ഇതിൻ്റെ ബാക്കി അടുത്ത ഭാഗത്തിൽ.